नेक्स्ट, काकी के बारे में वो जब भी पूछता तो उसे विश्वास दिलाया जाता कि काकी उसके मामा के यहाँ गई है, परंतु सत्य ज्यादा दिनों तक छिपा न रह सका। उसके अबोध मित्रों के मुंह से बात प्रकट हो ही गई। उसे इस बात का पता चल गया कि काकी ऊपर भगवान राम के यहाँ गई है। वो काकी के लिए लगातार रोता रहता। समय ने उसका रोना तो कम करवा दिया, परंतु उसके अंदर का दुख कम न हुआ। वो प्रायः अकेला बैठा शून्य मन से आकाश की ओर ताका करता। के काकी के बारे में वो जब भी पूछता तो उसे विश्वास दिलाया जाता कि काकी उसके मामा के यहाँ गई है। So whenever he asks about Kaki, he is assured that Kaki has gone to her maternal uncle. മറ്റുള്ളവരോട്, വീട്ടിലുള്ള മറ്റുള്ള ആൾക്കാരോട് കാക്കിയെ പറ്റി ചോദിക്കുമ്പോഴൊക്കെ അവരെന്താ പറയുന്നത്? whenever he asks काकी के बारे में वो जब भी पूछता तो उसे विश्वास दिलाया जाता. assured എന്ന് പറഞ്ഞാൽ അവനോട് പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? കാക്കി ഉസ്കെ മാമാക്കെ യഹാ ഗയി ഹേ, കാക്കി അവൻ്റെ അങ്കിളിൻ്റെ അടുത്തേക്കാണ് പോയത് എന്നാണ്, അങ്കിളിൻ്റെ വീട്ടിലാണ് പോയത് എന്നാണ്, അവരുടെ അങ്കിളിൻ്റെ വീട്ടിലാണ് പോയതെന്നാണ് പറഞ്ഞു കൊടുത്തത്. പരന്തു ബട്ട് സത്യ ജ്യാദ ദിനോം തക് छिपाना रह सका. സത്യം എല്ലായ്പ്പോഴും ഒളിച്ചു വെക്കാൻ പറ്റില്ല, അല്ലേ? ബട്ട് ദ ട്രൂത്ത് ഈസ് നോട്ട് ഹിഡൻ ഫോർ ലോങ് ടൈം. സത്യ ജ്യാദ ദിനോം തക് छिपाना रह सका. ഉസ്കെ അബോധ മിത്രോം കെ മുഹ്, അവൻ്റെ പ്രായമായിരിക്കുമല്ലോ അവൻ്റെ മിത്രങ്ങൾക്കും, അപ്പം അവൻ്റെ ഫ്രണ്ട്സിനും. ഉസ്കെ അബോധ മിത്രോം കെ മുഹ്, അബോധ് എന്ന് വെച്ചാൽ ഇമ്മേച്വർ, നാദാൻ എന്ന് പറയും, ഇമ്മേച്വർ ആയ അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആയ ഫ്രണ്ട്സ്. ഉസ്കെ അബോധ മിത്രോം കെ മുഹ് ബാത് പ്രകട് ഹോ ഹി ഗയി, അല്ലേ? ബാത് പ്രകട് ഹോ ഹി ഗയി എന്ന് പറഞ്ഞാൽ ഹി കംസ് ടു നോ എന്നാണ് അർത്ഥം. So the matter has been revealed. The matter has been revealed through his innocent friends. അല്ലേ? സത്യം എന്താണെന്ന് അവൻ്റെ ഫ്രണ്ട്സിലൂടെ അവന് മനസ്സിലായി. उसे इस बात का पता चल गया कि काकी ऊपर भगवान राम के यहाँ गई है. Now he is thinking, no? He comes to know that Kaki has gone to God. ഈശ്വരൻ്റെ അടുത്തേക്കാണ് കാക്കി പോയിരിക്കുന്നത് എന്ന് അവന് മനസ്സിലായി. പക്ഷേ അത് എവിടെയാണെന്ന് അവനറിയില്ല. അവൻ ചിന്തിക്കുന്നത് ഊപ്പർ എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ മേലെയാണ് കാക്കിയുള്ളത്, ആകാശത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്, അവിടെയാണ് കാക്കി പോയത് എന്നാണ് അവൻ്റെ വിശ്വാസം. അതാണ് അവൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. ഭഗവാൻ എന്ന് പറയുന്നത് മേലെയാണ്, ആകാശത്തിലാണ് എന്ന്. ഊപ്പർ ഭഗവാൻ കെ യഹാ ഗയി ഹെ, അല്ലേ? ഉസേ ഇസ് ബാത് കാ പതാ ചൽ ഗയാ. He comes to know that Kaki has gone to God. Okay. वो काकी के लिए लगातार रोता रहता. Every day he cried, അല്ലേ? For കാക്കി. എല്ലാ ദിവസവും അവൻ കാക്കിയെ കാണാൻ വേണ്ടി लगातार എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി he cried, रोता रहता. समय ने उसका रोना तो कम करवा दिया, परंतु उसके अंदर का दुख कम न हुआ. समय ने उसका रोना तो कम करवा दिया എന്ന് വെച്ചാൽ ടൈം മെയ്ഡ് ഹിസ് ക്രൈ ലെസ് എന്ന് പറയും. സമയം അവൻ്റെ കരച്ചിലിനെ കുറച്ച് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ, നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ദുഃഖം സംഭവിച്ചാൽ, ആ ദുഃഖം കുറച്ച് കഴിയുമ്പോൾ, കാലം കഴിയുന്തോറും ആ ദുഃഖത്തിന് ഒരു മാറ്റം വരും, അല്ലേ? അത് നമ്മുടെ മനസ്സിൽ നിന്ന് മെല്ലെ മെല്ലെ മാഞ്ഞു പോകും. ഓർമ്മ അവിടെ ഉണ്ടാവും, എങ്കിലും അത്രയും സ്ട്രോങ് ആയിരിക്കില്ല. അപ്പോൾ ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച്, സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച് എന്താവും, നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും കുറഞ്ഞു വരും. അപ്പോൾ അതേപോലെ ആ പരിതസ്ഥിതിയായിട്ട് നമ്മൾ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങും. അതേപോലെ അവനും അവൻ്റെ കരച്ചിലും ദിവസം കഴിയുന്തോറും കുറഞ്ഞു വന്നു, അല്ലേ? സമയനെ ഉസ്കാ റോനാത്തോ കം കർവാദിയ.
കാലം സമയം കഴിയുന്നതിനനുസരിച്ച് ഓരോ ദിവസവും കഴിയുന്നതിനനുസരിച്ച് അവൻ്റെ കരച്ചിൽ കുറഞ്ഞു വന്നു. പക്ഷേ പരന്തു ഉസ്കെ അന്തർ കാ ദുഃഖ് കം ന ഹുവാ. അതാണ് അവൻ്റെ ഉള്ളിലെ ദുഃഖം അല്ലേ, അതൊരിക്കലും തന്നെ കുറഞ്ഞില്ല. ടൈം മേഡ് ഹിസ് ക്രൈ ലെസ് ബട്ട് ദ ഇന്നർ സോറോ ഡിഡ് നോട്ട് ഈസ് അല്ലേ. അപ്പോൾ ഈസി. അപ്പോൾ അവൻ്റെ ഉള്ളിലെ വിഷമം ഒരിക്കലും തന്നെ മാറിയില്ല. वो प्रायः अकेला बैठ शून्य मन से आकाश की ओर ताका करता. वो प्रायः മീൻസ് പ്രായഃ മിക്കവാറും എന്ന് പറയില്ലേ, യൂഷ്വലി അല്ലേ, എല്ലാ ദിവസവും എന്ത് ചെയ്യും അവൻ അക്കേലാ ബൈറ്റ്. വോ പ്രായഃ അക്കേല ബൈറ്റ് ശൂന്യ മനസ്സേ ആകാശ് കി ഓർ താക്ക കർത്ത. അവൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും, ആകാശത്തല്ലേ കാക്കി പോയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഹി സിറ്റ്സ് അലോൺ ആൻഡ് വാട്ട് ഹി വിൽ ഡു, സിറ്റ്സ് അലോൺ ആൻഡ് സ്റ്റാരിങ് അറ്റ് ദ സ്കൈ അല്ലേ, ആകാശത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടേ ഇരിക്കും. അവൻ്റെ മനസ്സ് ശൂന്യമാണ്, സീറോ മൈൻഡ് അല്ലേ, ശൂന്യമായ മനസ്സോടെ ഹി യൂഷ്വലി സിറ്റ് അലോൺ ആൻഡ് സ്റ്റാരിങ് അറ്റ് ദ സ്കൈ. ആകാശത്തേക്ക് അവൻ ഇങ്ങനെ ആകാംക്ഷയോടെ തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും. കാക്കി അവിടെ എങ്ങാനും കാണുന്നുണ്ടോ എന്നറിയാനായിരിക്കും അവൻ എപ്പോഴും ആകാശത്തോട്ട് നോക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ മക്കൾ ഇത്രയും നന്നായി വായിക്കുക. 3 പാരഗ്രാഫ് മിസ് ഇന്നെടുത്തു. ഈ 3 പാരഗ്രാഫും വളരെ നന്നായി വായിച്ച് പഠിക്കുക. മിസ് ഇപ്പോൾ പറഞ്ഞു തന്ന മീനിങ്സും അതേപോലെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. മിസ് ഇതോടൊപ്പം ആ ലൈൻസിൻ്റെ മീനിങ്സ് അയച്ചു തരുന്നുണ്ട്. ഓക്കെ, നമഃശിവായ. അപ്പോൾ 4 മണിക്കേക്ക് എല്ലാവരും എക്സാമിന് യൂണിറ്റ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി റെഡി ആയിരിക്കുക. നമഃശിവായ.